ദി ലാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് വിസിറ്റ് 103.5 FM എന്ന ചെറിയ പട്ടണത്തിലെ ഒരു രാത്രി റേഡിയോ അവതാരകനായിരുന്നു ഡിലൻ. അദ്ദേഹത്തിന്റെ ഷോ മിഡ്നൈറ്റ് ഫ്രീക്വൻസീസ് പുലർച്ചെ 12 മുതൽ പുലർച്ചെ 3 വരെ സംപ്രേഷണം ചെയ്തു. ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നവർക്കും ട്രക്ക് ഡ്രൈവർമാർക്കും ഇടയ്ക്കിടെ ഗൂഢാലോചന നടത്തുന്നവർക്കും വേണ്ടിയായിരുന്നു അത്. എന്നാൽ വിരസമായ ഒരു ശ്മശാന മാറ്റം ഡിലന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പേടിസ്വപ്നമായി മാറി. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അത് സംഭവിച്ചത്. കൃത്യം പുലർച്ചെ രാത്രി 1 മണി കഴിഞ്ഞ് 13 മിനിറ്റിന് ഫോൺ ലൈൻ പ്രകാശിച്ചു. കോളർ ഐ.ഡി. അജ്ഞാതം. അദ്ദേഹം യാദൃശ്ചികമായി മറുപടി നൽകി, നിങ്ങൾ മിഡ്നൈറ്റ് ഫ്രീക്വൻസികളിൽ ഡിലനൊപ്പം തത്സമയമാണ്. നിങ്ങളുടെ മനസ്സ് സംസാരിക്കുക. നിശബ്ദത ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൃദുവായ മന്ത്രിപ്പ്. അവൻ നിങ്ങളുടെ ബൂത്തിലുണ്ട്. ഡിലൻ ചിരിച്ചു. ശരി, പ്രാങ്ക് കോളുകൾ ഒരു ക്ലാസിക്കാണ്. മറ്റാരെങ്കിലും ശബ്ദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ലൈൻ തുറന്നിരുന്നു. വീണ്ടും അതേ മന്ത്രിപ്പ്. തിരിയരുത്. ഡിലന്റെ കൈ സ്വിച്ച് ബോർഡിന് മുകളിൽ മരവിച്ചു. അയാൾക്ക് അത് അനുഭവപ്പെട്ടു, കഴുത്തിന് പിന്നിൽ ഒരു നേരിയ ശ്വാസം പോലെ. പതുക്കെ അവൻ തിരിഞ്ഞു. ഒന്നുമില്ല. പിന്നിലെ ഇരുണ്ട ഗ്ലാസ് ജനൽ മാത്രം. ശൂന്യമായ ശബ്ദ പ്രതിരോധശേഷിയുള്ള ഹാൾ. അവൻ അത് ഓഫ് ചെയ്തു. 5 മിനിറ്റിനുശേഷം രണ്ടാമത്തെ കോൾ. കോളർ ഐ.ഡി. ബ്ലോക്ക് ചെയ്തു. ശരി, ഇന്ന് രാത്രി എന്റെ സ്റ്റുഡിയോയിൽ ആരാണ് വേട്ടയാടുന്നത്? അയാൾ തമാശ പറഞ്ഞു. എന്നാൽ ഇത്തവണ ശബ്ദം വ്യത്യസ്തമായിരുന്നു. പരുക്കൻ. തകർന്നു. നീ തിരിഞ്ഞു നോക്കേണ്ടിയിരുന്നില്ല. ബൂത്തിന്റെ ലൈറ്റുകൾ മിന്നിമറഞ്ഞു. ഡിലൻ എഴുന്നേറ്റു. സ്റ്റുഡിയോ ജനാലയ്ക്ക് പിന്നിൽ എന്തോ ഒരു രൂപം ഇടനാഴിയിലൂടെ കടന്നുപോകുന്നത് കണ്ടതായി അയാൾക്ക് തോന്നി. കാഴ്ചയിൽ നിന്ന് വളരെ അകലെയായിരുന്നു. സ്റ്റേഷൻ മാനേജരെ വിളിക്കാൻ അയാൾ ഫോൺ എടുത്തു. പക്ഷേ സിഗ്നലില്ല. സ്റ്റുഡിയോ എപ്പോഴും ഒരു നിർജ്ജീവ മേഖലയായിരുന്നു. പക്ഷേ ഇത് മനഃപൂർവ്വം തോന്നി. പിന്നെ മൂന്നാമത്തെ കോൾ. കോളർ ഐ.ഡി. ഇല്ല. ശബ്ദമില്ല. ശ്വാസം വിടുന്നു. കനത്തത്, നനഞ്ഞത്, ആഴത്തിലുള്ളത്. അവൻ ഹെഡ്ഫോണുകൾ ഊരിമാറ്റി വാതിലിലേക്ക് കൈനീട്ടി. ലോക്ക് ചെയ്തു. അവൻ അത് ഒരിക്കലും പൂട്ടിയില്ല. പെട്ടെന്ന് പ്രക്ഷേപണ മോണിറ്റർ മുഴങ്ങി. സ്റ്റുഡിയോ ക്യാമറകളിൽ നിന്നല്ല, മറിച്ച് സ്വന്തം അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഒരു ലൈവ് ഫീഡ് പ്ലേ ചെയ്യാൻ തുടങ്ങിയത്. സ്ക്രീൻ അവന്റെ കിടപ്പുമുറി കാണിച്ചു. ആരോ അല്ലെങ്കിൽ എന്തോ തന്റെ കിടക്കക്കരികിൽ നിൽക്കുന്നത്, താൻ ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് ഉറ്റുനോക്കുന്നത്. അവൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതൊഴിച്ചാൽ അവൻ സ്റ്റേഷനിലായിരുന്നു. ഡിലൻ കണ്ണു ചിമ്മി. വീണ്ടും നോക്കി. ഇപ്പോൾ സ്ക്രീനിലെ ആൾ ക്യാമറയിലേക്ക് തിരിഞ്ഞു. പതുക്കെ കൈ ഉയർത്തി. ചൂണ്ടിക്കാണിച്ചു. അവന്റെ പിന്നിൽ. ഡിലൻ കൃത്യസമയത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മുഖം കണ്ടു. വിളറിയ, കുഴിഞ്ഞ കണ്ണുകൾ. വായ തുന്നിച്ചേർത്തത് സ്വന്തം മുഖത്തിൽ നിന്ന് ഇഞ്ച്. ലൈറ്റുകൾ വിച്ഛേദിക്കപ്പെട്ടു. പ്രക്ഷേപണം നിശബ്ദമായി. പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷൻ ശൂന്യമായി കണ്ടെത്തി. ഉപകരണങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അവശേഷിച്ചത് പ്രക്ഷേപണ സോഫ്റ്റ്വെയറിന്റെ ടെർമിനലിൽ ടൈപ്പ് ചെയ്ത ഒരു കുറിപ്പ്. ഞങ്ങൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ അദ്ദേഹം ഫ്രീക്വൻസിയാണ്. ഇന്നും ശ്രോതാക്കൾ പറയുന്നത്, കൃത്യം പുലർച്ചെ രാത്രി 1 മണി കഴിഞ്ഞ് 13 മിനിറ്റിന് 103.5 FM ട്യൂൺ ചെയ്താൽ സ്റ്റാറ്റിക് വഴി മന്ത്രിക്കുന്നത് ഡിലന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം.